നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 300. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 28 അധ്യായം. അതിലെ 1 ശ്ലോകം. ശ്രീ ഭഗവാനുവാച യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോയേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. ഇതാണ് 1ാമത്തെ ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, രാജപുത്രി ആലംബത്തോടുകൂടിയ യോഗത്തിൻ്റെ സ്വരൂപത്തെ ഞാൻ പറയാം. യാതൊരു വിധാന അനുഷ്ഠാനത്താൽ തന്നെ ശുദ്ധമായ മനസ്സ് ഈശ്വരമാർഗത്തെ പ്രാപിക്കുന്നു. ഈശ്വരമാർഗത്തെ പ്രാപിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്നാണ് വാക്കാർത്ഥത്തിൻ്റെ അർത്ഥം വന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണത്, അണിമാതി സിദ്ധികൾ സ്വതേ തന്നെ ഉത്ഭവിക്കാൻ തക്ക മാഹാത്മ്യത്തോടു കൂടിയ യോഗാനുഷ്ഠാന ക്രമത്തെ വിവരിക്കുവാൻ ആരംഭിച്ചു. പിന്നെ 28 അധ്യായത്തിൽ കരുണയോടുകൂടിയ ഭഗവാൻ കപിലാചാര്യൻ മാതാവിനോട് ഉപദേശിക്കുന്നു. മാതാവിന് ഉള്ള ഉപദേശമാണ്. ഹേ രാജപുത്രി, യോഗം 2 വിധമാണ്. ഭഗവാനായിട്ട് കൂടിച്ചേരൽ 2 തരത്തിലാണ്. ഒന്ന് സബീജമെന്നും നിർബീജമെന്നും. സബീജം ഒന്ന്, നിർബീജം ബീജമില്ലാണ്ട്, ഒന്ന് ബീജത്തോടു കൂടി. മനസ്സിന് ആലംബത്തെ നൽകാതെ സർവവ്യാപകമായ ചൈതന്യത്തിൽ മനസ്സിനെ നിലനിർത്തുവാനുള്ള അഭ്യാസക്രമത്തിന് നിർബീജമെന്നും, മനസ്സിന് ആലംബത്തെ കൽപ്പിച്ചിട്ട് അതിൽ സ്ഥിരപ്പെടുത്തുവാനുള്ള അഭ്യാസക്രമത്തെ സബീജമെന്നും പറയും. അതായത് ഒന്ന് സകാരത്തിൽ, ഒന്ന് നിരാകാരത്തിൽ. അത്ര മനസ്സിലാക്കിയാൽ മതി. അതിൽ നിർബീജം നിരാലംബം എന്ന യോഗം, നിരാലംബം ഒന്നും ആലംബമില്ലാത്തത് എന്നർത്ഥം, അധികം പ്രയാസമുള്ളതാകയാൽ, അതായത് ഈ നിരാകാരത്തിലുള്ളത് കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ അത് വളരെയധികം എന്താണെന്നാ പറയുക, ഇൻറ്റിമസി കൂടും അതിന്. മറ്റേതിനെ കുറിച്ച് കാലതാമസം എടുക്കും. അപ്പോൾ അധികം പ്രയാസമുള്ളതാകയാൽ അതിനെ ഇപ്പോൾ പറയുന്നില്ല. സബീജം, ആലംബം, ആലംബത്തോടുകൂടി, അതായത് വിഗ്രഹത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ നോക്കിയിട്ടോ ചെയ്യണത് എന്ന യോഗം അത്ര പ്രയാസമില്ലാതാകയാൽ അതിനെ ഉപദേശിക്കാം. ആ യോഗത്തിൻ്റെ അനുഷ്ഠാനം നിമിത്തം മനസ്സ് കാമക്രോധാദികളായ ദോഷവൃത്തികളെ വെടിഞ്ഞ് ശുദ്ധമായി ഭവിക്കും. അപ്പോൾ ആനന്ദസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിപ്പാൻ ഉപകരിക്കുന്ന മാർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. ഇനി 6 ശ്ലോകം, അതായത് 2, 3, 4, 5, 6, 7 ഒപ്പം പോവും. ആദ്യം ശ്ലോകം പറയാം. സ്വധർമാചരണം ശക്ത്യാ വിധർമാശ്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിശ്ചരണാർച്ചനം ഗ്രാമ്യധർമ്മനിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തദാ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമസേവനം അഹിംസാ സത്യമാസ്തേയം യാവത് അർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം സദാ ആസനജയ സ്ഥൈര്യം പ്രാണജയ ശനൈ പ്രത്യാഹാരശ്ച ഇന്ദ്രിയാണാം വിഷയാത്മനസാ ഹൃദി സ്വദിഷ്ണ്യാനാം ഏകദേശേ മനസ്സാ പ്രാണധാരണം
വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തദാത്മനാം ഏതൈരന്യശ്ച പതിഭിർമനോ ദൃഷ്ടമനസ്തഭം ദുഷ്ടമസത്പഥം ഏതൈരന്യശ്ച പതിഭിർമനോ ദുഷ്ടമസത്പഥം ബുദ്ധ്യാ യുജ്ജീദശനകീർജിത പ്രാണോ ഹ്യതന്ദ്രിയാം. ഇതാണ് 6 ശ്ലോകം. അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള വാക്കാർത്ഥാണ് പറഞ്ഞത്. ധർമ്മവിരോധമായ പ്രവൃത്തിയിൽ നിന്ന് പ്രാരബ്ധാനുസരണം കിട്ടുന്നത് കൊണ്ട് ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നവരുടെ പാദസേവനം, അതായത് വിദ്വാൻമാരുടെ ഗുരുജനങ്ങളുടെ പാദസേവനം 3 വിധ പുരുഷാർത്ഥ സമ്പാദന ശ്രദ്ധയെ ഉപേക്ഷിച്ചിരിക്കുക. അതായത് ധർമാർത്ഥ കാമം അത് എല്ലാം എളുപ്പമാണ്, പക്ഷെ മോക്ഷമാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ പറഞ്ഞു, മോക്ഷമാർഗത്തിൽ താൽപ്പര്യം, അല്പമായും ശുദ്ധമായിരിക്കുന്ന ഭക്ഷണം സ്വീകരിക്കുക. മിതമായി അല്പമായിരിക്കണം, ശുദ്ധമായിരിക്കുന്ന ഭക്ഷണം സ്വീകരിക്കുക. ജനബാധയില്ലാത്ത സ്ഥലത്തിരിക്കുക. അതാണ് ഏകാന്ത ഭജനം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭജിക്കണം. അല്ലാണ്ട് സെമറ്റിക് മതങ്ങളെ പോലെ ഒന്നായിട്ടൊരു ഹാളിൽ ഇരുന്നിട്ട് ചെയ്യേണ്ടതല്ല സനാതനധർമ്മം. അപ്പോൾ ജനബാധയില്ലാത്ത സ്ഥലത്തിരിക്കുക, വഞ്ചിക്കാതെ കണ്ടിരിക്കുക, അത്യാവശ്യമായ സാധന സ്വീകാര്യം, സ്ത്രീ പ്രസംഗത്തെ വർജിക്കുക. അത് വളരെ സീരിയസ് ആണ്. സ്ത്രീ പ്രസംഗത്തെ വർജിക്കുക, തപസ്സാചരിക്കുക, വ്രതാനുഷ്ഠാനം മുതലായവയിൽ ശ്രദ്ധിക്കുക, ശുദ്ധി, വേദാധ്യയനം, ഈശ്വരപൂജ ചെയ്യൽ, ആവശ്യത്തിന് മാത്രം സംഭാഷണം ചെയ്യുക. പിന്നെയോ നിരന്തരമായ ആസനജയം നിമിത്തം ശരീരത്തെ ശരിക്ക് ഉറപ്പിച്ചിരിക്കുക. പ്രാണവായുവിനെ സ്വാധീനപ്പെടുത്തുക, അതായത് പ്രാണായാമം. പിന്നെയോ വിഷയത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് ഹൃദയത്തിൽ പ്രത്യാഹരിച്ച് ഉറപ്പിക്കുക. പ്രാണൻ്റെ സ്ഥാനങ്ങളിൽ വെച്ച് ഒരു സ്ഥാനത്തിൽ മനസ്സിനോടു കൂടെ പ്രാണനെ ഉറപ്പിക്കുക. പിന്നെ ഭഗവാന്റെ ലീലകളെ ധ്യാനിക്കുക എന്നാണ് പറയണത്. ഭഗവാന്റെ ലീലകളെ മനസ്സിൽ മനനം ചെയ്ത് ആനന്ദ നിർവൃതി ആടാനാണ് പറയണത്. എന്നിട്ട് പറയണു, അപ്രകാരം മനസ്സിൻ്റെ ഉറപ്പിക്കൽ ഇവ കൊണ്ടും അന്യങ്ങളായ മാർഗങ്ങൾ കൊണ്ടും അസത്തായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതും ദുഷിച്ചിരിക്കുന്നതുമായ മനസ്സിനെ പ്രാണനെ ജയിച്ചവനും ആലസ്യമില്ലാത്ത അവസ്ഥ, ആലസ്യം ഉണ്ടാവാൻ പാടില്ല. പിന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം? വിചാരശക്തി കൊണ്ട് യോജിപ്പിക്കണം. വികാരം കൊണ്ടല്ല, വിചാരശക്തി കൊണ്ട്. അതാണ് പ്രധാനം. ഇനി ഇതിൻ്റെ ഒരു 1.5 പേജ് ഇതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. യോഗത്തെ പറയാമെന്നുള്ള പ്രതിജ്ഞയെ അനുസരിച്ച് യോഗങ്ങളുടെ അംഗങ്ങളായ യമനിയമങ്ങളെ പറയുന്നു. ശക്തിയനുസരണം, ശക്തിക്കനുസരിച്ച് സ്വവർണാശ്രമോചിത വ്യാപാരങ്ങളെ, ആശ്രമ ഉചിത വ്യാപാരങ്ങളെ ഫലകാംക്ഷ കൂടാതെ, ഇതാണ് സപ്താഹത്തിന് പ്രൊഫഷണലിസം പാടില്ല എന്ന് പറഞ്ഞത്. ഫലകാംക്ഷ കൂടാതെ യഥാകാലം ആചരിക്കണം. ധർമ്മത്തിന് വിരോധമായിരിക്കുന്ന യാതൊന്നിലും ഏർപ്പെടരുത്. പ്രാരബ്ധാനുസരണം വന്നു ചേരുന്ന ഭക്ഷണാദി പദാർത്ഥങ്ങളിൽ സന്തോഷിച്ചു കൊള്ളണം. ആത്മജ്ഞാനികളെ ആദരപൂർവം സേവിക്കണം. നശ്വരങ്ങളായ 3 വിധ പുരുഷാർത്ഥങ്ങളിൽ ആസക്തി വെക്കരുത്. ധർമാർത്ഥ കാമം, ധർമ്മത്തിനും കാമത്തിനും അല്ലേ, ധർമ്മം അർത്ഥം കാമം വയ്ക്കരുത്. പിന്നെയോ മോക്ഷത്തിന് സഹായിക്കുന്ന ഭഗവത് കഥാശ്രവണാദികൾ താല്പര്യമുണ്ടായിരിക്കണം. ശുദ്ധമായ അന്നത്തെ മിതമായി സ്വീകരിക്കണം. എന്നിട്ട് പറയണു, അശുദ്ധ അന്നത്താൽ ചിത്തം ദുഷിക്കും. ഇതാണ് അതിൻ്റെ കാരണം പറഞ്ഞത്. അശുദ്ധ
അശുദ്ധമായ അന്നം കഴിച്ചിട്ടുണ്ടെങ്കിൽ രക്തം സൂക്ഷിക്കും. രക്തം സൂക്ഷിച്ചാൽ പിന്നെ എന്തുണ്ടാവില്ല, ജീവിതത്തിൽ പിന്നെ സാവകാശം ഉണ്ടാവില്ല. പിന്നെ പറയണു, അമിതമായാൽ ആലസ്യദോഷം നേരിടും. അത് രണ്ടും ബാധിക്കാത്ത വിധം ഭക്ഷിക്കണം. ജനബാധയില്ലാത്തതും സുഖാവഹവുമായ സ്ഥാനത്തിൽ ഇരിക്കണം. മനസ്സാ വാച കർമ്മണ യാതൊരു പ്രാണിക്കും ദോഷം ചെയ്യരുത്. യഥാർത്ഥമേ പറയാവൂ, അതായത് സത്യമേവ ജയതേ. അന്യന്മാരുടെ ധനാദികളെ എടുക്കരുത്. പിന്നെ പറയണു, ദേഹം നിലനിർത്തുവാൻ ആവശ്യമായ അന്നാദി പദാർത്ഥങ്ങളെ മാത്രം സ്വീകരിക്കുക, വേറൊന്നും ചെയ്യരുത്. പിന്നെ പറയണു, സ്ത്രീ പ്രസംഗം കൂടാതെ കഴിക്കണം. കൃസ്ര ചന്ദ്രായണാദി വ്രതങ്ങളെ സ്വീകരിക്കണം. അതായത് ഒരു കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തവാവ് തുടങ്ങുമ്പോൾ അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറയുമ്പോൾ ഒരു ഉരുള കഴിക്കാൻ പാടുള്ളൂ പ്രഥമയ്ക്ക്, ദ്വിതീയയ്ക്ക് 2 ഉരുള, അങ്ങനെ കൂട്ടാം. അങ്ങനെ 15 ഉരുള വരെ കഴിക്കാം. പിന്നെ 14, 13, 12, 11, 10 അങ്ങനെ ഒന്നിലേക്ക് എത്തണം. ഇതിനാണ് കൃച്ഛ്രചന്ദ്രായണാദി വ്രതങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു, സ്നാനാദികൾ കൊണ്ട് ശരീരത്തെയും ഈശ്വരനാമ സങ്കീർത്തനാദികളാൽ അന്ധക്കരണത്തെയും ശുദ്ധമാക്കി വയ്ക്കണം. ഈശ്വര മഹിമയെപ്പറ്റി പറയുന്ന വേദപുരാണ ഇതിഹാസങ്ങളെ അഭ്യസിക്കണം. ഈശ്വരനെ ഭക്തിപൂർവം പൂജിക്കണം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത വാഗ്വ്യവഹാരം ചെയ്യരുത്. ഈശ്വരധ്യാനത്തിനായി കുറേ അധികം ഇരിക്കുമ്പോൾ ശരീരത്തിന് ദുഃഖം തോന്നാതിരിക്കുവാൻ സ്വസ്തികാദികളായ ആസനവിധികളെ അഭ്യസിച്ച് ശരീരത്തെ വശത്താക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ശരീരത്തിന് വിഷമം തോന്നാൻ പാടില്ല എന്നാണ്. ശരീരത്തിൻ്റെ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖിച്ചും കൊണ്ടിരുന്നിട്ട് ഈശ്വരോപാസന ചെയ്യാൻ പാടില്ല. അതാണ് ശരീരത്തെ വശത്താക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന ശേഷം പ്രാണായാമത്താൽ പ്രാണവായുവിനെ വശീകരിച്ച് അഭ്യസിക്കണം. പിന്നെ പറയണു, വേഗത്തിൽ പ്രാണജയം സിദ്ധിച്ചിട്ടല്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ടാവാൻ പാടില്ല. അതായത് എനിക്ക് മെല്ലെ ആവണുള്ളൂ, മറ്റുള്ള ഒരാൾക്ക് കൂടുതൽ പെട്ടെന്നായി, അങ്ങനെയുള്ള വിചാരവികാരങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല. പിന്നെ പറയണു, വേഗത്തിൽ പ്രാണജയം സിദ്ധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ടാവാൻ പാടില്ല. ക്രമത്തിൽ ചിരാഭ്യാസത്താൽ സ്വാധീനപ്പെടുത്തിയാൽ മതി. ശബ്ദാദി വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ വിചാരശക്തി കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഹൃദയത്തിൽ ലയിപ്പിക്കുവാൻ ശീലിക്കണം. മൂലാധാരം മുതലായ ജീവസ്ഥാനങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒന്നിൽ പ്രാണനെ സ്ഥിരപ്പെടുത്തുവാൻ പരിശീലിക്കണം. അപ്പോൾ മനസ്സ് അടങ്ങും. ശ്രീ ഭഗവാന്റെ സൃഷ്ട്യാദി ലീലകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സിനെ ഈശ്വരനിൽ നിലനിർത്തണം. ഇപ്രകാരമുള്ള മറ്റു മാർഗങ്ങളെ ആശ്രയിച്ചും ദുഷ്പൂരകങ്ങളായ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാമാതിവൃത്തികളാൽ ദുഷിച്ചിരിക്കുന്ന മനസ്സിനെ പ്രാണജയത്താലും മടികൂടാതെയുള്ള പരിശ്രമത്താലും പരമാത്മാവിൽ യോജിപ്പിക്കണം. ഇതാണ് പിന്നെ സബീജത്തോടു കൂടിയിട്ടുള്ള ആരാധന എന്നാണ് പറഞ്ഞത്. ഇനി 8ാമത്തെ ശ്ലോകം പറയണു, ശുചോ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാസന ആസനം തസ്മിൻ സ്വസ്തി സമാസേന ഋജുകായ സമഭ്യസേത്. അതിൻ്റെ വാക്കാർത്ഥം എന്താ പറയണത്? ശുദ്ധസ്ഥലത്തിൽ പീഠത്തെ ഉറപ്പിച്ചിട്ട് ആസനത്തെ അഭ്യസിച്ചിരിക്കുന്നവൻ അതിൽ ശരീരത്തെ വളവ് കൂടാതെ നിലപ്പിച്ചിട്ട് സ്വസ്തികാസനത്തിലിരിക്കുന്നവനായി നന്നായി ശീലിക്കണം. ശീലിച്ചതേ പാലിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, യമനിയമങ്ങളെ മുകളിൽ വിവരിച്ച ശേഷം ആസനത്തെ പറയുന്നു.
ഗംഗാതീരം മുതലായ പുണ്യസ്ഥാനത്തിലോ പരിശുദ്ധമായ മറ്റേതെങ്കിലും സ്ഥാനത്തിലോ ഇരിപ്പാനുള്ള ഒരു ആസനത്തെ ഉറപ്പിക്കണം. അതിൽ നിവർന്നിരിക്കണം. അധിക നേരം ഇരുന്നാൽ ക്ലേശം തോന്നാതിരിക്ക വിധം അഭ്യസിച്ച് സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതിയെ ആശ്രയിച്ചിരിക്കാം. സ്വസ്തികം എന്ന് പറയപ്പെടുന്ന സമ്പ്രദായമാണ് വളരെ നല്ലത്. സ്വസ്തികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലിൻ്റെ മുകളിൽ വേറൊരു കാല് മടക്കി വെച്ചിട്ട് ഇരിക്കണേനാണ്. അപ്പോൾ ഈക്വൽ ബാലൻസിലെ ശരീരത്തിൻ്റെ ഭാരം അതിൽ ഇരിക്കും. അപ്പോൾ പറയണു, പാദങ്ങളുടെ അഗ്രങ്ങളെ 2 മുട്ടുകളുടെ സന്ധികളിൽ തൊടുത്ത് ചേർത്ത് വയ്ക്കുക. അങ്ങനെയാവാം, പിന്നോട്ട് തിരിച്ചിട്ട്. ഇങ്ങനെയുള്ള ഇരിപ്പിനെയാണ് സ്വസ്തികം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരുന്ന ശേഷം പ്രാണനെ സ്വാധീനപ്പെടുത്തുവാനുള്ള അഭ്യാസം ചെയ്തു കൊള്ളണം. കാൽ പിണച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്നതാണത്രേ സ്വസ്തികാസനം. ജാനുർവോരന്തരെ കൃത്വ സമ്യക് പാദതലെ ഉഭേ സമഗ്രീ വശിര കായ സ്വസ്തികം നിത്യമഭ്യസേത് എന്നും. അതായത് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഊർജഘാന്തരാധായ പാദാഗ്രേ ജാനുമധ്യകേ യോഗിനോ യഥവസ്ഥാനം സ്വസ്തികം തദ് വിദുർബുധ എന്നും പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ഇനി 9ാമത്തെ ശ്ലോകം. പ്രാണസ്യ ശോധയേന്മാർഗം പൂരകുംഭോരേചകൈ പൂരകം കുംഭകം കുംഭകരേചകം പൂരകം കുംഭകം രേചകം പ്രതികൂലേന വാ ചിത്തം യഥാ സ്ഥിരം അചഞ്ചലം. ഈ പ്രാണവായുവിനെ സ്ഥിരമാക്കുക, ചഞ്ചലിപ്പില്ലാതെ കണ്ടാക്കാനാണ് ഈ 3 അവസ്ഥകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് പറയണത്? പൂരകം കുംഭകം രേചകം ഇവയാൽ പ്രാണൻ്റെ മാർഗത്തെ ശുദ്ധമാക്കണം. പ്രതികൂലമായിട്ടും ആവാം. അതായത് ഇൻഹെയിൽ ചെയ്യുക, കുംഭകത്തിൽ നിർത്തുക, പിന്നെ പൂരകം ചെയ്യുക, അങ്ങനെ. അപ്പോൾ പറയുന്നു, ആസനത്തിൽ ഇരുന്ന ശേഷം പ്രാണായാമക്രമത്തെ പറയുന്നു. പ്രാണായാമം 3 വിധമാണ്. പൂരകം കുംഭകം രേചകം എന്ന് 3 ബാഹ്യവായുവിനെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നത് പൂരകം. പ്രവേശിപ്പിച്ചതിനെ ഉള്ളിൽ അടക്കി നിർത്തുക എന്നത് കുംഭകം. നിർത്തിയതിനെ പുറത്തേക്ക് വിടുന്നത് രേചകം. ഇതാണ് സാധാരണ ക്രമം. രേചകം കുംഭകം പൂരകം എന്ന രീതിയെ അവലംബിക്കുന്നതായാലും വിരോധമില്ല. ഇങ്ങനെ വായുവിനെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു നിർത്തി പുറത്തേക്ക് വിടുന്നത് കൊണ്ട് ശ്വാസമാർഗങ്ങളിലുള്ള കഫാദി ദോഷങ്ങൾ നശിച്ച് ശുദ്ധമാകും. അപ്പോൾ പ്രാണനെ ആശ്രയിച്ചിരിക്കുന്ന മനസ്സും ചലനാദി ദോഷങ്ങളെ ഉപേക്ഷിച്ച് സ്ഥിരമായി വരും. മനസ്സിനെ സ്ഥിരമാക്കുന്നത് തന്നെ പ്രാണായാമത്തിൻ്റെ മുഖ്യമായ പ്രയോജനം എന്നാണ് പറഞ്ഞത്. ഇനി 10ാമത്തെ ശ്ലോകം പറയുന്നു. മനോ അജിരാൽ സ്യാദ് വിരജം ജിതശ്വാസസ്യ യോഗിന വായു അഗ്നിഭ്യാം യഥാലോഹം ധത്മാദം ത്യജതി വൈമലം. ജയിക്കപ്പെട്ട ശ്വാസത്തോടു കൂടിയ യോഗിയുടെ മനസ്സ് അധികം താമസിക്കാതെ രജസംബന്ധമില്ലാത്തതായിട്ട് ഭവിക്കും. വായു അഗ്നിഭ്യാം, വായുവിനാലും അഗ്നിയാലും തപിപ്പിക്കപ്പെട്ട സ്വർണം മുതലായത് കളങ്കത്തെ ഉപേക്ഷിക്കുന്നത് പോലെ സ്വർണം ശുദ്ധി ചെയ്യുമ്പോൾ അതിലുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് വിടുന്ന പോലെ എന്ന് പറയണു. അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി പറയണത്. പ്രാണായാമത്താൽ ശ്വാസത്തെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന യോഗിയുടെ മനസ്സ് രജോഗുണ സംബന്ധം നിമിത്തമുണ്ടാകുന്ന ചലനമാകുന്ന ദോഷത്തിൽ നിന്ന് വിട്ടിരിക്കും. രജസ് കൂടുമ്പോഴാണ് ചലനം ഉണ്ടാവുന്നത്. സ്വർണം മുതലായ ലോഹത്തെ തീയിലിട്ട് ഊതിപ്പഴുപ്പിച്ചാൽ അതിൽ പറ്റിയിരിക്കുന്ന ചളി നശിച്ച് ശുദ്ധമായി ഭവിക്കുന്നത് പോലെ മനസ്സും ശുദ്ധമായി വരും എന്ന് പറഞ്ഞു. ഇനി 11ാമത്തെ ശ്ലോകം. പ്രാണായാമേർദഹേ ദോഷാൻ ധാരണാഭിശ്ചകിൽ ബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേന അനീശ്വരാൻ ഗുണാൻ. ദോഷങ്ങളെ പ്രാണായാമങ്ങളെ കൊണ്ടും പാപങ്ങളെ
ധാരണകൾ കൊണ്ടും സംസർഗങ്ങളെ പ്രത്യാഹാരം കൊണ്ടും ഈശ്വരോപാസനകൾക്ക് വിരോധികളായ ഗുണങ്ങളെ ധ്യാനേന കൊണ്ടും 4 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ പറയുണ്ടായി. ദഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. മലിനവാസനകളെ ദഹിപ്പിക്കാം. അപ്പോൾ അത് 2 ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്. പ്രാണായാമികളുടെ ഫലങ്ങളെ പറയുന്നു. വാതപിത്ത കഫജന്യങ്ങളായ ദോഷങ്ങളെ പ്രാണായാമങ്ങളെ കൊണ്ട് നശിപ്പിക്കണം. വാദം, പിത്തം, കഫം. അപ്പോൾ ദേഹം രോഗബാധയിൽ നിന്ന് മുക്തമാകും. ധാരണ കൊണ്ട് പാപങ്ങളെ ദഹിപ്പിക്കണം, അതായത് വിചാരങ്ങളെ കൊണ്ട്. ശബ്ദാദി വിഷയ സംബന്ധികളെ പ്രത്യാഹാരം കൊണ്ട് നശിപ്പിക്കണം. ഈശ്വരോപാസനയ്ക്ക് വിരോധികളായിരിക്കുന്ന രാഗാതിവൃത്യ ദോഷങ്ങളെ ധ്യാനം കൊണ്ട് ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടാണ് പറയണത്. മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്നതിന് ധാരണ എന്ന് പേർ. ഭഗവാനിൽ ഉറച്ചിരിക്കുന്ന മനസ്സിനെ എങ്ങും ചലിപ്പിക്കാതെ അവിടെ തന്നെ ഉറപ്പിക്കുന്നതിനായ പ്രയത്നത്തിന് ധ്യാനം എന്ന് പേർ. ഈശ്വരസ്വരൂപത്തെ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് അന്യമായ വിചാരമുണ്ടാകരുത്. ഉണ്ടായാൽ ധ്യാനത്തിനിളക്കം വന്നു. അഭ്യാസത്താൽ ക്രമത്തിൽ ധ്യാനത്തിനിളക്കം വരാതാക്കണം. അങ്ങനെ നിലയ്ക്കുന്നതിന് മധ്യേ അന്യമായ യാതൊരു വിചാരവും മനസ്സിനെ ബാധിക്കാതെ ബഹുകാലം അതേ നിലയ്ക്ക് തന്നെ ഏകാഗ്രമായിരിക്കുന്നതായ അവസ്ഥയ്ക്ക് സമാധി എന്ന് പേർ. അവിടെ നിർത്താം.